ധാത്രിക ഭാഗം 24. എന്താ മീർ ഇങ്ങനെ നോക്കുന്നത്? എന്നെ ഓർമ്മയില്ലേ? ഞാനാണോ അലക്സ്? അവൻ പറഞ്ഞു. അവൻ എന്ത് പറയണ എന്നറിയാതെ പരിങ്ങി. സാറപ്പോൾ വന്നോ? അവൻ ചോദിച്ചു. അവർ വന്നിട്ട് കുറേ നേരമായി, നിന്നെ കാത്തിരിക്കായിരുന്നു ഇത്രയും നേരം, ഉമ്മ പറഞ്ഞു. അലക്സ് അവൻ്റെ അരികിലേക്ക് വന്നു. അവരുടെ കൈയും കാലം പിറക്കാൻ തുടങ്ങി. അങ്ങനെ സൈന്യത്തിൽ കയറി. ഇനി രാഷ്ട്രസേവനമായിരിക്കണം ലക്ഷ്യം, കേട്ടല്ലോ, അലക്സ് പറഞ്ഞു. അവൻ തലയാട്ടി. ഉമ്മ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇവനെ ആവശ്യം കഴിഞ്ഞ് ഉടനെ തിരികെ എത്തിച്ചേക്കാം, അലക്സ് പറഞ്ഞു. ശരി, അധികം വൈകണ്ട കേട്ടോ. ശരി ഉമ്മ, വാടാ. എന്തൊക്കെ ചോദിക്കാൻ കിടക്കുന്നു. അലക്സ് അമീറിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് കാറിന് നേരെ നടന്നു. അവൻ ഭീതിയോടെ അലക്സിനെ നോക്കി. കയറ്. ഡോർ തുറന്ന് അവൻ ആജ്ഞാപിച്ചപ്പോൾ സർവ്വനാടികളും തളരുന്നത് പോലെ തോന്നി അവന്. യാന്ത്രികമായി അവൻ വണ്ടിയിൽ കയറി. അലക്സും മിത്രയും കയറിയതും വണ്ടി ശരവേഗത്തിൽ പാഞ്ഞുപോയി. കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഒരു പഴയ കെട്ടിടത്തിലേക്കാണ് അലക്സ് അമീറിനെയും കൊണ്ട് പോയത്. ചുറ്റും കാട് മൂടപ്പെട്ട പ്രദേശം. കാറ് കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചു. വണ്ടി നിർത്തിയ ശേഷം പുറത്തിറങ്ങിയ അലക്സ് ദേഷ്യത്തോടെ അമീറിനെ പിടിച്ചിറക്കി. കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചതും അവനെ പിടിച്ച് തള്ളി. അവൻ കമന്നടിച്ച് താഴെ വീണു. അലക്സ് ചെന്ന് അവൻ്റെ കുത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അയ്യോ സാറേ, എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്തിനാണെന്നോ? നിനക്കറിയില്ല അല്ലേ? സത്യം പറയടാ, മീനു എവിടെ? അത് കേട്ട് അമീറൊന്ന് ഞെട്ടി. മീനു ചേച്ചി എവിടെയാണെന്നോ? ചേച്ചി ലക്ഷദ്വീപിലല്ലേ? അവൻ പതറിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ട് അലക്സിന് കോപം ഇരച്ചു കയറി. മതിയാക്കിക്കോണം നിൻ്റെ ഈ അഭിനയം, ഇല്ല ഞാൻ ആരാണെന്ന് നീ അറിയും. അവൻ അടിക്കാനൊങ്ങി. ഞാൻ പറയുന്നത് സത്യം സാറേ, എനിക്കറിയില്ല മീൻ ചേച്ചി എവിടെയാണെന്ന്. ഇല്ല, നിനക്കറിയാം. 8-ാം തീയതി രാത്രി 9 മണിക്ക് നീയും മീനും കടൽ തീരത്ത് വർത്തമാനം പറഞ്ഞു നിൽക്കുന്നത് കണ്ടവരുണ്ട്. അതിനുശേഷമാണ് അവളെ കാണാതായത്. കടൽ തീരത്ത് കെട്ടിയിട്ട് ബോട്ടിലാണ് അവൾ പോയത്. അവൾക്ക് ബോട്ട് ഓടിക്കാൻ അറിയില്ല. നിനക്ക് പക്ഷേ അതറിയാം. മാത്രമല്ല, അന്ന് രാത്രി നീ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് നിൻ്റെ കൂടെ ആ പാട്ടിലുണ്ടായിരുന്ന ആൾ പറഞ്ഞു. നീ തന്നെയാണ് മീനുവിനൊപ്പം പോയത്. സത്യം പറ, അവളെ നീ എന്ത് ചെയ്ത്? പറയടാ, ആർക്കാ നീ അവളെ കൊണ്ടുപോയി വിറ്റത്? പറ. അലക്സിൻ്റെ ചോദ്യം കേട്ട് അവൻ നടുങ്ങി നിന്നു. സാറേ, നാക്കിനെല്ലില്ലെന്ന് കരുതി എന്തും പറയാതെ വയ്ക്കല്ലേ. മീനു ചേച്ചി ഞാൻ ആർക്കും കൊണ്ടുപോയി കിട്ടിയിട്ടൊന്നുമില്ല. ചേച്ചി തന്നെയാണ് പറയുന്നത് കേൾക്കാതെ പോയത്, അമീർ ക്ഷോഭത്തോട് പറഞ്ഞതും ഒരു നിമിഷം നിശ്ചലമായി നിന്നു. നീ എന്താ പറഞ്ഞത്? അപ്പോൾ നിനക്കറിയാം അവൾ എവിടെയാണുള്ളതെന്ന്. പറയടാ, എവിടെ അവളുള്ളത്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ. അതും പറഞ്ഞ് അവൻ തോക്കെടുത്ത് അവൻ്റെ നെറ്റിയിൽ വെച്ചു. അവൻ ഒരു നിമിഷം തരിച്ചു നിന്നു. ഇത് കണ്ടുവന്ന മിത്ര ഓടി വന്ന് അവനെ കൈപിടിച്ചു പറ്റി. അലക്സിൻ്റെ എന്തേ കാണിക്കുന്നത്? അറിയിക്ക്. അവൾ അവനെ പിടിച്ചു മാറ്റി കരഞ്ഞുകൊണ്ട് അമീറിനെ നോക്കി. ദയവ് ചെയ്ത് എൻ്റെ ചേച്ചി എവിടെയാണെങ്കിലും ഒന്ന് പറഞ്ഞതാ പ്ലീസ്. അപ്പോഴിനെ നഷ്ടപ്പെടുമോ എന്നോർത്ത് ആകെ തളർന്നിരിക്കുകയാണ് ഞങ്ങൾ. അതോടൊപ്പം മീനു ചേച്ചിയെ കൂടി നഷ്ടപ്പെട്ട സഹിക്കാനാവില്ല ഞങ്ങൾക്ക്. 25-ാം തീയതിക്കുള്ളിൽ ചേച്ചി കണ്ടെത്താനായില്ലെങ്കിൽ പിന്നെ ചേച്ചി ഈ ജീവനോട് തിരികെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുക. അവൾ കൈ കൂപ്പിക്കൊണ്ട് അയാളുടെ കാലിൽ പിടിക്കാനൊരുങ്ങി. അമീർ പകച്ച് പിന്നോട്ട് മാറി. എന്തേത്? ഈ നിൽക്ക്, ഞാനെല്ലാം പറയാം. അവൻ ഒരു നിമിഷം മൗനമായി നിന്നു. ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണ്. സത്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു വന്നത് കപ്പലിൽ നിന്നല്ല. അവൻ ഭീതിയോടെ ഉമിനീരിറക്കി. പിന്നെ അത് ജാഫർ അലിയുടെ സംഘത്തിൽ നിന്നാണ്. അലക്സ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന്. എന്ന് വെച്ചാൽ നീയും അതിലൊരു അംഗമായിരുന്നോ? അവനൊന്നും പറയാതെ മുഖം കുഴിച്ച് നിന്നു. അലക്സ് ദേഷ്യത്തോട് വന്ന് അയാളുടെ ഷർട്ടിൽ പിടിച്ചു. പറയടാ, അതിലും എവിടെയുണ്ടെന്ന് നിനക്കറിയുമോ? അവൻ മുഖമുയർത്തി. അത് മനസ്സിലാക്കിയ മീനു ചേച്ചി അതുൽ സാറ് എവിടെയാ ഉള്ളത് അവിടേക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി അവിടെ കൊണ്ടുവിട്ടു. തിരികെ പോരാൻ തയ്യാറായിരുന്നില്ല ചേച്ചി. ഈ വിവരം ആരോട് പറയേണ്ടെന്നും തിരിച്ചു പോയിക്കൊള്ളാൻ ചേച്ചി തന്നെയാണ് പറഞ്ഞത്. അലക്സും മിത്രയും ഒരുപോലെ ഞെട്ടി. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ ഒരു വാക്ക് പറഞ്ഞില്ല. നീ മൗനമായിരുന്നു അല്ലേ? എന്തിനാണ് നീ ഇങ്ങനെ എല്ലാം മറച്ചു വെച്ചത്? പറയടാ.
എൻ്റെ എൻ്റെ ഉമ്മയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്. ഞാനും അവരുടെ കൂട്ടത്തിലെ ഒരാളാണ് എന്നറിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ എല്ലാവരും ഒറ്റപ്പെടുത്തും. എൻ്റെ ഉമ്മ ചങ്ക പൊട്ടി മരിക്കും. എൻ്റെ പെങ്ങന്മാരുടെ ജീവിതം ഇല്ലാതാകും. അത് കരുതിയാണ് ഞാനൊന്നും പറയാതിരുന്നത്. അലക്സ് പുച്ഛത്തോടെ അവനെ നോക്കി. ഓ, സ്വന്തം കുടുംബം ബലിയാടാവാതിരിക്കാൻ നീ എല്ലാം മറച്ചു വെച്ചു. സ്വാർത്ഥത കൊള്ളാം. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, നിനക്ക് മാത്രമല്ല ഒരു കുടുംബം ഉള്ളത്, ഉമ്മയും പെങ്ങന്മാരും ഉള്ളത്. ദാ അവിടെ അങ്ങ് വടക്കും തെക്കും പടിഞ്ഞാറും ഒക്കെയായി കടലിലും മലയിലും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കാവൽ നിൽക്കുന്ന സേനാഭടന്മാരുണ്ട്. അവർക്കുണ്ട് ഇതുപോലൊരു കുടുംബം. കാത്തിരിക്കാൻ ഒരമ്മയും അച്ഛനും സഹോദരങ്ങളും ഭാര്യയും മക്കളും ഒക്കെ ഒരു കുടുംബം. നിന്നെപ്പോലെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് കരുതി സ്വാർത്ഥത അവരും കാണിച്ചിരുന്നെങ്കിൽ നിൻ്റെ കുടുംബം മാത്രമല്ല, ഈ രാജ്യത്തെ 100 കോടി ജനങ്ങളും മനസ്സമാധാനത്തോടെ ഇവിടെ ജീവിക്കില്ല. ഊണും ഉറക്കമില്ലാതെ സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും രാജ്യത്തിന് വേണ്ടി ത്യജിച്ച് വെയിലിലും മഴയിലും തണുപ്പിലും ഒക്കെയായി ജീവിക്കുകയാണ് അവർ. അറിയാമോ നിനക്ക്? ഈ അഥർവം ആ കൂട്ടത്തിൽപ്പെട്ട ഒരുവൻ തന്നെയാണ്. അവരെ രക്ഷിക്കാൻ നിനക്ക് വയ്യ അല്ലടാ? അലക്സ് ചോദിച്ചു. അവർ ഉത്തരം മുട്ടി നിന്നു. പെറ്റമ്മ നെഞ്ചുപൊട്ടി മരിക്കുക എന്നോർത്തപ്പോൾ നിനക്ക് ചങ്കു പടച്ചു. ആകെയുള്ള ഒരേ ഒരു മകൻ എവിടെയാണെന്ന് പോലും അറിയാതെ നീര് ജീവിക്കുന്ന ഒരമ്മയുണ്ട് അങ്ങ് ദൂരെ. നിൻ്റെ ഉമ്മയെപ്പോലെ ഒരമ്മ, അഥർവിൻ്റെ അമ്മ. ആ അമ്മയും കാര്യം മകനെ ഓർത്ത്. ആ പെണ്ണൊരിക്കലും മേലെടുത്ത് തറവാടിൻ്റെ മാത്രം സ്വത്തല്ല, ഞങ്ങളുടെ നാടിൻ്റെ തന്നെ സ്വത്താണ്. ആ പെണ്ണൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് ഒരു നാട് മുഴുവൻ കരയുക, പ്രാർത്ഥിക്കുക. മിത്ര പറഞ്ഞു. അതൊന്നും വേണ്ട. നിൻ്റെ ആൾക്കാർ തന്നെ നിന്നെ വെട്ടിക്കൊല്ലാൻ നോക്കിയപ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ നീന്തി വന്ന് നിന്നെ രക്ഷിച്ചവളല്ലേ മീനു? നിൻ്റെ ഈ ശരീരത്തിലൂടെ ഇപ്പോൾ ഓടുന്ന ഈ രക്തം ഉണ്ടല്ലോ, അത് മീനുവിൻ്റെയാണ്. അവളില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. നിൻ്റെ ഉമ്മയും പെങ്ങന്മാരെയും കാണാൻ പോലും നിനക്ക് സാധിക്കുമായിരുന്നില്ല. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നിന്നെ കൈപിടിച്ച് കൊണ്ടുവന്നവൾ മീനു. എന്നിട്ട് അറിഞ്ഞുകൊണ്ട് നീ അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടല്ലോ. കഷ്ടം തന്നെ. ഇങ്ങനെയാണോ നീ അവളോട് നന്ദി കാണിക്കേണ്ടിയിരുന്നത്? അമീർ ഉത്തരമല്ലാതെ നിന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ ഒഴുകി. കരയുന്നോ നീ? എന്തിന്? പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തെന്ന് കരുതിയോ? എന്നാൽ നീ അറിഞ്ഞോ, ഈ കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയാവുന്ന തെറ്റല്ല നീ ചെയ്തത്. ഒരു ജീവൻ രക്ഷിക്കുക എന്നതിലും മഹത്തരമായ മറ്റൊരു പ്രവൃത്തിയില്ല. അവസരമുണ്ടായിട്ടും നീ അത് ചെയ്തില്ല. ഒന്നിനു പകരം 2 ജീവനുകളെ നീ അറിഞ്ഞുകൊണ്ട് ബലിയാടാക്കാൻ പോകുന്നത്. അത്രയും കേട്ടതും അവൻ സഹിക്കാനായില്ല. മതി സാറേ, മതി, എന്നോട് ക്ഷമിക്കും. അവൻ കരഞ്ഞുകൊണ്ട് കൈകൾ കോപ്പി പറഞ്ഞു. തെറ്റാ ഞാൻ ചെയ്തത്. അതവർ സാറ് അവരുടെ കൂടെ നിന്ന് ഓടിപ്പോരാൻ എനിക്ക് ധൈര്യം പകർന്നത് സാറായിരുന്നു. എന്നെ രക്ഷിച്ചത് മീന ചേച്ചിയായിരുന്നു. എന്നിട്ടും രക്ഷപ്പെട്ടപ്പോൾ ഞാൻ അവരെക്കുറിച്ച് ഓർത്തില്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. പാപി തന്നെയാണ് ഞാൻ. മീന ചേച്ചിക്ക് സാറിനോടും സാറിന് ചേച്ചിയോടും ഉള്ള സ്നേഹം എത്രമാത്രമാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടാണ് മീന ചേച്ചി ഈ വിവരമൊന്നും ആരോടും പറയാതിരുന്നത്. പകരം സാറിൻ്റെ കൂടെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് വിടാൻ പറഞ്ഞു. ചേച്ചിയുടെ നല്ല മനസ്സിനെ തിരികെ ഞാനൊരു നന്ദി വാക്ക് പോലും കൊടുത്തില്ല. ആ സ്നേഹത്തിന് പോലും ഞാൻ വില കൽപ്പിച്ചില്ല. എനിക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും ഞാൻ മിണ്ടിയില്ല. എൻ്റെ തെറ്റാണ്. എനിക്ക് ആ തെറ്റ് തിരുത്തണം. ഞാൻ പറയാം സാർ. അതും സാർ എവിടെയുണ്ടെന്ന് അവരുടെ താവളത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അമീർ കണ്ണു തുറച്ചുകൊണ്ട് പറഞ്ഞു. അലക്സ് സന്തോഷത്തോടെ അവരെ നോക്കി. മതി, ഇത് മതി, അവൻ ആശ്വാസത്തോടെ പറഞ്ഞു. സന്ധ്യാനേരം കടലോരത്ത് അഥർവിൻ്റെ തൂളിൽ തലചായ്ച്ച് മീനുവിരുന്നു. ചെഞ്ചായം തൂവിയ വാനിൽ സിന്ദൂര പൊട്ടണിഞ്ഞതുപോലെ സൂര്യൻ നിൽക്കുകയാണ്. ആഴിയിലേക്ക് ആഴുന്ന സൂര്യൻ നോക്കി നെടുവീർപ്പോടെ അവരിരുന്നു. തങ്ങളുടെ ജീവിതത്തിലെ അവസാന സന്ധ്യ. ഇനി ഇതുപോലൊരു കാഴ്ച സാധ്യമോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സന്ധ്യയെ കണ്ണേറെ കണ്ടു. അപ്പേട്ടാ, അവൾ പതിയെ വിളിച്ചു. എന്ത് ഭംഗിയാ ഈ കാഴ്ച കാണാൻ അല്ലേ? ഇനി ഇതുപോലൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമോ? അവളൊന്ന് നിശ്വസിച്ചു. സോറി മീനു, ഐ ആം വെരി സോറി. അവൻ്റെ സ്വരമിടറി. അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കണ്ട് അവളൊന്ന് അമ്പരന്നു. എന്തു പറ്റിയാ പേട്ട? എന്തിനു കരയുന്നേ?
അവൾ ചോദിച്ചു. അവൻ കരച്ചിലടക്കി അവളുടെ കവിളിൽ കൈത്തലം ചേർത്തു. ഞാൻ നിനക്ക് ഒരുപാട് വാഗ്ദാനങ്ങളും മോഹങ്ങളും തന്നിട്ടുണ്ട്. അതൊന്നും എനിക്ക് പാലിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴാ ഞാൻ കാരണം നീയും. അവൻ ഏങ്ങി. അത് കേട്ട് അവളുടെ കണ്ണുകളും നിറഞ്ഞു. അപ്പേട്ടാ, എന്താ ഇത്? ഈ മീന് ജീവിക്കുന്നത് തന്നെ എൻ്റെ അപ്പേട്ടിന് വേണ്ടിയിട്ടല്ലേ? അവൻ പതിയെ എഴുന്നേറ്റ് നടന്നു. മേനു, ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്ക് വേണ്ടി ഞാൻ അവരോട് പറയാം. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് തുണയായിട്ട് നിനക്ക് നിന്നൂടെ? അപ്പേട്ടാ, ശ്വാസനോടെ അവൾ വിളിച്ചു. പിന്നെ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇല്ല അപ്പേട്ടാ, എൻ്റെ അപ്പേട്ടിനില്ലാതെ എനിക്ക് പറ്റില്ല. മരിക്കാനായാലും ജീവിക്കാനായാലും ഒന്നിച്ചെന്ന് ഉറപ്പിച്ചവരല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ വേണ്ട. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവർ കൊന്നോട്ടെ നമ്മളെ, നമുക്ക് ഒന്നിച്ച് പോവാലോ. അതിലും അവളെ ചുറ്റിപ്പിടിച്ചു. എന്തിനാ പെണ്ണ് നീ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നത്? അവൻ മനസ്സിൽ ചോദിച്ചു. രാത്രി കാവൽ നിൽക്കുന്ന ജോലി അലിക്കായിരുന്നു. ഓരോന്നാലോചിച്ച് അയാൾ പാറപ്പുറത്തിരിക്കവേ ആരോ നടന്നെടുക്കുന്ന ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ അധർവ് അയാൾക്കരികിലേക്ക് വന്നു. അവനെ കണ്ടതും അയാൾ ശാന്തനായി. ഉപദ്രവിക്കാനൊന്നും വന്നതല്ല, വെറുതെ ചുമ്മാ കിടന്നിട്ട് ഉറക്കം വന്നിട്ടില്ല. എഴുന്നേറ്റ് നടക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് തോക്കും പിടിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് കണ്ടത്. കുറച്ച് സമയം എന്തേലും മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് കരുതി വന്നതാ. നാളത്തോടു കൂടി എല്ലാം അവസാനിക്കില്ലേ? അവൻ അയാൾക്കരികിലിരുന്നു. ഭയമുണ്ടോ നിനക്ക്? അയാൾ ഗൗരവത്തോടെ ചോദിച്ചു. എന്തിന്? മരിക്കാനോ? ഒരിക്കലുമില്ല. കാരണം എൻ്റെ ജീവൻ ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ രാജ്യത്തിനു വേണ്ടിയാണ്. നാളെ ഞാൻ മരിച്ചാൽ ഇന്ത്യയിലെ 100 കോടി ജനങ്ങളും എന്നെ ഓർക്കും, അഭിമാനിക്കും. ആ പേര് എന്നും എവിടെയെങ്കിലും കുറിക്കപ്പെടും. ജന്മനാടിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് ഒരിക്കലും ഒരു വേദനയായി തോന്നില്ല. നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അഭിമാനിക്കാലോ. മരിച്ചിട്ടും ആളുകളുടെ മനസ്സിലും വാക്കുകളിലും നന്മയായി അവൻ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്കൊക്കെ സന്തോഷമല്ലേടോ. പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങനൊരു ജീവിതം ജീവിച്ചു തീർക്കുന്നത്? ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? അയാൾ അവനെ ഉറ്റുനോക്കി. ഈ കാണുന്നതൊന്നും ആരുടെയും സ്വന്തമല്ല. കൊന്നും കൊലവിളിച്ചും നമ്മൾ നേടിയെടുക്കുന്ന മണ്ണും പൊന്നും ഒക്കെ കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? അതിനേക്കാളൊക്കെ ഉപരിയായി ഒരു വലിയ ശക്തിയല്ലേ പ്രകൃതി. അവൾക്ക് മുന്നിൽ നമ്മൾ ആരാ? ഒരൊറ്റ നിമിഷം മതി. നമുക്കായി അവൾ മാറ്റിവെച്ചതെല്ലാം അവൾ തന്നെ തട്ടി തിരിച്ചെടുക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് പ്രളയം. വെട്ടിപ്പിടിച്ചതും വെട്ടി നിരത്തിയതുമെല്ലാം അവളുടെ കൈകൾ കൊണ്ട് തന്നെ മറിച്ചിടുന്ന കാഴ്ച. നേടിയതും പിടിച്ചടക്കിയതും ഒന്നുമല്ല. അതുകൊണ്ടൊന്നും ഒരു ലാഭവുമില്ല, അവൻ പറഞ്ഞു. അലി മുഖം തിരിച്ച് അവനെ നോക്കി. എന്താ വേദാന്തം പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റുക എന്നാണോ? ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് നാളത്തെ ശിക്ഷ ഞങ്ങൾ നടപ്പാക്കില്ലെന്ന് കരുതണ്ട. ജീവൻ രക്ഷിക്കാൻ വേറെ വല്ല മാർഗവും നോക്കിക്കോ. അയാൾ പറഞ്ഞത് കേട്ട് അവൻ പുച്ഛത്തോടെ ചിരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൈകൊണ്ട് മരണം ഏറ്റുവാങ്ങാൻ മനസ്സുകൊണ്ട് ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇനി ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ടൊരു പാഴ്ശ്രമവും ഞാൻ നടത്തുന്നില്ല. ഇപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങളിലൊരു മനുഷ്യനെ ഞാൻ എപ്പോഴും കണ്ടു. ആ മനുഷ്യനെ നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത്. മനസ്സിൽ നന്മയും സ്നേഹവും ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. വിശന്ന് പറയുന്നവന് അന്നം കൊടുക്കുന്നതാണോ അതോ അവനെ തല്ലി അവശനാക്കി കടന്നു പോകുന്നതാണോ നല്ലത്? വിശക്കുന്നവന് അന്നം കൊടുക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ അതിനേക്കാൾ നല്ലത് അവൻ ഈ വിശപ്പിൽ നിന്നും ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കുന്നതല്ലേ, അങ്ങ് കൊന്നു കളയുന്നതല്ലേ. ഒരു ജീവൻ എടുക്കുക എളുപ്പമാണ്, പക്ഷേ ഒരു ജീവൻ കൊടുക്കാൻ സാധിക്കും. സത്യത്തിൽ നമുക്ക് സ്വന്തം എന്ന് പറയാൻ സാധിക്കുന്ന എന്തേ മണയിലുള്ളത്? നേടിയെടുത്തതും വാങ്ങിക്കൂട്ടിയതുമെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടല്ലേ പരലോകത്തേക്ക് പോകാൻ സാധിക്കൂ. എന്തിന്? ഉയർ പേറുന്ന ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല എന്നതല്ലേ സത്യം. മരണം പൊലുക്കുമ്പോൾ അതും ഉപേക്ഷിക്കണ്ടേ? പ്രാണൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അംശമാണ്. ആ പ്രാണനിൽ ഉൾക്കൊള്ളുന്നത് ഈശ്വരൻ തന്നെയാണ്. അതെടുക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെയല്ലേ നാം വേദനിപ്പിക്കുന്നത്? അത് ശരിയാണോ? തന്ന ജീവൻ തിരികെ എടുക്കാൻ അവനല്ലേ അവകാശമുള്ളൂ. ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് രക്ഷപ്പെടാനല്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാനാണ്. ജീവിതം എന്ന് പറയുന്നത് എങ്ങനെ കൊന്നും പൊളിച്ചും ജീവിച്ചു തീർക്കാനുള്ള ഒന്നല്ല. ഓരോ മനുഷ്യനും ഓരോ കടമകളും കർത്തവ്യങ്ങളും ഉണ്ട്. അത് ചെയ്യണം. നമ്മുടെ വഴി അത് നാം തിരഞ്ഞെടുക്കുന്നതാണ്. നാം ആരാകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിനുള്ള അവകാശം നമുക്ക് മാത്രമുള്ളതാണ്.
നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക്. ചെയ്യുന്ന കർമ്മങ്ങൾ തെറ്റാണെന്ന് ഉത്തമ ബോധ്യവുമുണ്ട്. എന്നിട്ടും എന്തിനു വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു ജീവനെടുത്തതുകൊണ്ട് എന്താ നേടുന്നത്? കണ്ടില്ലേ നിങ്ങൾ നേരത്തെ ആ ആടിൻ്റെ കരച്ചിൽ? ഒരമ്മയുടെ രോദനം അത്. ഒരു മൃഗത്തിൻ്റെ സ്ഥിതി അതാണെങ്കിൽ നിങ്ങൾ കൊന്നുതള്ളിയ മനുഷ്യരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ രോദനം, നെഞ്ചു പൊട്ടുന്ന നിലവിളി കേട്ട് സഹിക്കില്ല ആരും. ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. എന്നെ കൊന്നോളൂ, അതോടെ അവസാനിപ്പിക്കണേയല്ല. ഇനിയെങ്കിലും നന്മയുള്ള മനുഷ്യനെ ജീവിക്കും. ചെയ്തി കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യൂ. അത്രയും പറഞ്ഞ് അവൻ നടന്നു. അതെല്ലാം കേട്ട് അവിടെ തന്നെ നിന്നു. അവൻ്റെ ഹൃദയത്തിൽ അഥർ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും മുഴങ്ങി. എന്തുകൊണ്ടോ ആ കണ്ണുകൾ നിറയുന്നതായി അയാൾക്ക് തോന്നി. അലക്സിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ താൻ വിജയിക്കാൻ പോവുകയാണ്. തൻ്റെ അഥർവിനെ താൻ കണ്ടെത്താൻ പോവുകയാണ്. ഇനി മുന്നിലുള്ളത് ഏതാനും മണിക്കൂറുകളാണ്. അതിനു മുമ്പ് അവിടെ എത്തണം, അലക്സ് മനസ്സിൽ പറഞ്ഞു. അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഒരു കൊച്ചു ഷിപ്പിൽ അമീറുമായി അവൻ തിരിച്ചു. ഒപ്പം റോയും ദീപക്കും സാമും ഉണ്ടായിരുന്നു. ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് അവർ പോകാനൊരുങ്ങിയത്. ഞാനും വരും നിങ്ങളുടെ കൂടെ, മിത്ര വാശി പിടിച്ച് പറഞ്ഞു. മിത്ര, നീ ഇങ്ങനെ വാശി പിടിക്കാതെ. ഞങ്ങൾ പോകുന്നത് ഒരു മിഷന് വേണ്ടിയിട്ടാണ്. അവിടേക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് തന്നെ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞങ്ങളെ അവർ... അത് പറഞ്ഞതും അവൾ അവൻ്റെ വാപ്പൊത്തി. ആ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അപ്പം ഞാനും ഉണ്ടാവും. അതും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ ശരിക്കും നമ്പായിരുന്നു. മിത്ര, നീ എന്തേ കാണിക്കുന്നേ? എന്ത് പറഞ്ഞാലും ശരി, ഞാൻ വരും നിങ്ങളുടെ കൂടെ. എൻ്റെ കൂടെ കൂട്ടാതിരുന്ന പിന്നെ ഞാൻ ഉണ്ടാവില്ല. അവൾ വാശി പിടിച്ചു. അവസാനം അവളെയും കൂടെ കൊണ്ടുപോകാമെന്ന് അവൻ സമ്മതിച്ചു. അങ്ങനെ ആ സംഘം യാത്ര തിരിച്ചു. അറിയപ്പെടാത്ത ആ രഹസ്യ ദ്വീപിലേക്ക് അഥർവിനെയും മിഥിലയെയും തേടി. മാനത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കി കൈകൂപ്പി കണ്ണടച്ചു നിന്ന് മീനു പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഈ ഉദയം പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കമാകാം. പക്ഷെ ഇത് ഞങ്ങളുടെ ഈ ഭൂവിലെ അവസാന ദിവസമാണ്. ഇനി ഇങ്ങനെ ഒരു സൂര്യോദയം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇഹലോകത്ത് ഒന്നിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കായില്ല. പരലോകത്ത് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. ഒന്ന് നിശ്വസിച്ച ശേഷം അവൾ തിരിഞ്ഞതും ഒന്ന് അമ്പായിരുന്നു. മുന്നിൽ കയ്യും കെട്ടി എല്ലാം നോക്കി നിൽക്കുകയാണ് അഥർ. അവളൊന്ന് ചിരിച്ചു. അല്ല, അപ്പോഴും ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്തിനാ വിളിക്കാതിരുന്നേ? ഒന്നുമില്ല, നീ പ്രാർത്ഥിക്കുകയായിരുന്നില്ലേ? ശല്യം ചെയ്യേണ്ടെന്ന് വെച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അവളുടെ മുഖത്ത് ചിരിമാഞ്ഞു. പതിയെ അവൾ തിരിഞ്ഞു നടന്നു. അപ്പോൾ അവനും, ഒന്നുമല്ല, പരലോകത്ത് ചെന്നാലും അപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ എന്ന്. മരണത്തിനെന്നല്ല ഒരു ശക്തിക്കും നമ്മളെ വേർപിരിക്കാൻ പറ്റില്ലെന്ന് ഇന്നത്തോടെ തെളിയിക്കപ്പെടുകയല്ലേ. അവൻ ഒരു നിമിഷം നിന്നു. മീനു, നിനക്ക് ഭയമുണ്ടോടി? എന്തിന്? എൻ്റെ കൂടെ എൻ്റെ അപ്പോഴനില്ലേ, പിന്നെ എന്തിനാ ഭയക്കുന്നത്? അവൾ പതിയെ അവനോട് ചേർന്ന് നിന്നു. അവൻ്റെ കൈ മുറുകെ പിടിച്ചു. മരിക്കുമ്പോൾ എന്താ എൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കണം അപ്പോഴത്തെ. കവാടത്തിലെത്തിയാൽ പോലും വിടരുത്. വിട്ടാൽ പിന്നെ ദൈവം നമ്മളെ പിരിച്ചാലോ? അത് ചോദിച്ചപ്പോൾ അവളുടെ സ്വരമിടറിയത് അവൻ അറിഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് കടലിലേക്ക് നോക്കി നിൽക്കുന്ന അലിയെ അവൻ കണ്ടത്. അവൻ എന്തോ ആലോചിച്ചു, പിന്നെ പിടിവിട്ടു. മീനു, നീ ചെന്ന് അമ്മണിയും കുഞ്ഞിനെയും കൊണ്ടുപോവാ, നമുക്കത് നടന്നിട്ട് വരാം. അവൾ മൂളി. പിന്നെ തിരിഞ്ഞു നടന്നു. അഥർ അലിയുടെ അരികിലേക്ക് ചെന്നു. എന്തു വേണം? അയാൾ ഗൗരവത്തോട് ചോദിച്ചു. ഒന്നുമില്ല, ശിക്ഷാവിധി എപ്പോഴാണ് നടപ്പാക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നേരം പുലർന്നു തുടങ്ങിയല്ലോ. ജാഫർ അലിയുടെ ശിക്ഷാവിധി പുലർക്കാലത്തിലാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അയാൾ അവനെ തന്നെ ഉറ്റുനോക്കി. നിനക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ, അവൻ്റെ പരിങ്ങൾ കണ്ട് അയാൾ ചോദിച്ചു. സത്യമാണ്, പറയാനുണ്ട്. മരിക്കാൻ പോകുന്നവനോട് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കില്ലേ? ശരി, അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചില്ല എന്ന് വേണ്ട, പറഞ്ഞു. സാധിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ സാധിച്ചു തരാം, അത് പറഞ്ഞു. എൻ്റെ മീനു, അത് പറഞ്ഞതും അവൻ്റെ സ്വരം ഇടറി. അയാൾ മനസ്സിലാവാതെ അവനെ നോക്കി. അവൾ സ്വന്തം ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം ജീവൻ പോലും നോക്കാതെ അവൾ എവിടേക്ക് വന്നത്.
ഒരു പെണ്ണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ മരിക്കാൻ എന്ന് തീരുമാനിച്ചുറപ്പിച്ച അവൾ വന്നത്. അവളുടെ ആ മനസ്സ്, ആ സ്നേഹം കണ്ടില്ലെന്ന് തടിക്കാൻ എനിക്കാവില്ല. അറിഞ്ഞുകൊണ്ട് അവളെ അപകടത്തിലേക്ക് തള്ളിവിടാൻ എനിക്കാവില്ല. അതുകൊണ്ട് യാചനയാണ്, എന്നെ കൊന്നുള്ളൂ. പകരം ഞാൻ ചോദിക്കുന്നത് അവളുടെ ജീവൻ മാത്രം. അവളെ കൊല്ലാതെ വിട്ടൂടെ? അവൻ പതിയെ അയാളുടെ കരം പിടിച്ചു. അയാൾ അമ്പരപ്പോടെ അവനെ നോക്കി. ഞാനല്ലേ ജാഫറിനെ പിടിച്ചു കൊടുത്തത്? ഞാനല്ല നിങ്ങളുടെ ശത്രു. മീനു, അവൾ നിങ്ങളോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് അവളെ വെറുതെ വിട്ടൂടെ? അവൻ ദീനതയോട് ചോദിച്ചു. അപ്പോഴാ ആ വിളിക്കിട്ട് അവൻ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി. ആട്ടിൻകുട്ടിയെയും കയ്യിൽ പിടിച്ച് അവനെ നോക്കി നിൽക്കുന്നു മീനു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കുട്ടിയെ തള്ളയുടെ അടുത്ത് നിർത്തി അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. അപ്പോഴെന്ന് എന്താ പറഞ്ഞത്? എന്നെ വെറുതെ വിട്ട് അപ്പോഴത്തെ മാത്രം കൊന്നു കളയണമെന്നോ? അതിന് ഞാൻ സമ്മതിക്കുന്നു കരുതുന്നുണ്ടോ അപ്പോഴത്തെ? മീനു, അവരെന്തോ പറയാൻ വന്നത് കൈ ഉയർത്തി തടഞ്ഞു. അപ്പോഴത്തെ ആത്മഹത്യ ചെയ്യാൻ മടിയുണ്ടായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അവസാന നിമിഷം വരെ എൻ്റെ അപ്പയുടെ കൂടെ ഉണ്ടാവണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ കടലിൽ നീന്തി കിടന്ന് ഇങ്ങോട്ട് വന്നത്. ആഴിയും ചുഴിയും ക്രൂര മത്സ്യങ്ങളും ഉള്ള ഈ കടലിൽ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും പോകരുതെന്നും അമീർ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പുവേട്ടനോടുള്ള സ്നേഹം ആ ഭയത്തെ എല്ലാം ഇല്ലാതാക്കി. എനിക്ക് മരണത്തെയും ഭയമില്ല. ഇവരെന്നെ കൊല്ലാതെ വിട്ടാലും അപ്പുവേട്ടനില്ലാതെ ഒരു നിമിഷം ഈ മീനു ജീവിച്ചിരിക്കില്ല. എൻ്റെ അപ്പു, എൻ്റെ ജീവൻ എടുക്കാൻ എനിക്കൊരു മടിയില്ല അപ്പുവേട്ട. അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. മീനു, ഇടറുന്ന ശബ്ദത്തോടെ അവൻ വിളിച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. എല്ലാം കണ്ട് ഒന്നും പറയാനാവാതെ അലി അവിടെ മിഴിച്ചു നിന്നു. പിന്നെ തിരിഞ്ഞു നടന്നു. ദൂരെ മാറി നിന്ന് മറ്റുള്ളവരിത് കാണുന്നുണ്ടായിരുന്നു. അവരും വേദനയോടെ മുഖം കുനിച്ച് നടന്നു. പാചകം ചെയ്യുന്നിടത്തേക്ക് പതിവില്ലാതെ മീൻ വന്നത് കണ്ട് അവരൊന്ന് അമ്പായിരുന്നു. അതെ, ഇന്നത്തോടെ ഞങ്ങളുടെ ഇഹലോകവാസം പൂർത്തിയാക്കിയാണല്ലോ. അതുകൊണ്ട് ഒരു ചെറിയ ആഗ്രഹം, ഒരു നേരത്തെ ആഹാരം പാചകം ചെയ്ത് നിങ്ങൾക്കൊക്കെ നൽകണമെന്ന്. എന്താ, അതിനനുവദിക്കുമോ? അവൾ ചോദിച്ചു. അവർ അന്തം വിട്ട് അവളെ നോക്കി നിന്നു. എന്താ ഇങ്ങനെ ബ്ലിങ്കസിയാ നോക്കിയിരിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? മനസ്സിലായില്ലേ? അവൾ ചോദിച്ചു. അത് വേണ്ട, സാബിന് ഇഷ്ടമാവില്ല, അവർ പറഞ്ഞു. സാബിന് ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പാചകം ചെയ്യുന്നത് ഇഷ്ടമാവില്ല എന്നാണോ? ഞാൻ പാചകം ചെയ്യുന്നത് ഭക്ഷണം ഇഷ്ടമാവില്ല എന്നാണോ? അവൾ ചോദിച്ചു. അവർ ഉത്തരം മുട്ടി നിന്നു. അപ്പോൾ അഥർവ അവിടേക്ക് വന്നു. എന്താ മീനു, ഒരു സംസാരം? ഒന്നുമില്ല അപ്പേട്ടാ, ഇന്നത്തെ ഭക്ഷണം ഞാൻ പാചകം ചെയ്തോട്ടെ എന്ന് ചോദിച്ചതാ. ഇനി അതിന് സാധിക്കില്ലല്ലോ, അവൾ പറഞ്ഞു. ആഹാ, പാചകമാണോ? എന്ന് ഞാനും കൂടാ. അവൾ കണ്ണു മിഴിച്ച് നോക്കി. എൻ്റെ ചേട്ടാ, ഇത് കഴിക്കാനാ, അല്ലാതെ കുഴികുത്തി മൂടാനല്ല. അവളെ തുറച്ചു നോക്കി. അതെന്താട്ടി നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ പാചകം ചെയ്യാറില്ലേ? ഓവ്, കാവലോത്സവത്തിന് പായസം വെച്ചത് ഞാൻ മറന്നിട്ടില്ല. അത് പാത്രത്തോടെ എടുത്ത് കളയേണ്ടി വന്നതാ. അബദ്ധത്തിന് അത് കഴിച്ച നമ്മുടെ ചക്കിപ്പൂച്ച പിന്നെ പായസത്തിന് മണം അടിക്കുമ്പോഴേ ഓടാൻ തുടങ്ങും. 2 ലിറ്റർ പാലാ കളഞ്ഞത്, അവൾ പറഞ്ഞു. അവൻ ചമ്മി നിന്നു. ഇത് കേട്ട് മറ്റു 2 പേരും ചിരിച്ചു. അത് അന്നൊരബദ്ധം പറ്റി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. അവൾ അവനെ ഒന്ന് നോക്കി. ശരി, പക്ഷേ കൈസഹായം മതി, അടുപ്പിനടുത്തേക്ക് വരേണ്ട, അവൾ കൽപ്പിച്ചു. ഓ, ഉത്തരവ് മഹാറാണി, അവൻ പറഞ്ഞു. നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ? പാചകം ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ പോയാട്ടെ, പാചകക്കാരൻ പറഞ്ഞു. ഇല്ല ചേട്ടാ, ഇത് ഞങ്ങളുടെ അവസാനത്തെ ആവശ്യം, അത് സമ്മതിച്ച് തന്നേ പറ്റൂ. അവർ ഒന്നും പറയാതെ പരസ്പരം നോക്കി നിന്നു. നിങ്ങളുടെ പേടി മനസ്സിലായി, വല്ല വിഷവും ഇട്ട് തന്നാലോ എന്നാകും. അന്നം മഹാലക്ഷ്മിയാ, അത് ഞങ്ങൾ വിഷം ചേർക്കില്ല, മീനെ പറഞ്ഞു. അല്ല, ഇവർക്ക് അത്രയ്ക്ക് പേടിയാണേ, ഇവരും കൂടിക്കോട്ടെ നമുക്കപ്പം, എനിക്കൊരു സഹായമാവുമല്ലോ, അവൻ പറഞ്ഞു. അത് നേരാ, ഇവർക്കാണ് സാധനങ്ങൾ ഏതാന്നൊക്കെ അറിയാലോ. അതെന്താടി, എനിക്ക് പാചക സാധനങ്ങളൊന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലെന്നാണോ? അവൻ ചോദിച്ചു. പിന്നല്ലാതെ, കരിപ്പെട്ടി ചോദിച്ചതിന് കരിയെടുത്ത് പെട്ടിയിലിട്ട് കൊണ്ടുതന്ന ആളല്ലേ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് പാചകക്കാരൻ ചിരിച്ചു. മതി, പാചകം പഠിക്കാത്ത പാചകം തുടങ്ങടി, അവൻ പറഞ്ഞു. അങ്ങനെ പാചകം ആരംഭിച്ചു. തലേന്നാൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നതിനാൽ പച്ചക്കറികളും ഉണ്ടായിരുന്നു. അതവനെ ഉള്ളിയരിയാൻ ഏൽപ്പിച്ചു. ഉള്ളിയരിഞ്ഞത് കണ്ണെരിഞ്ഞവൻ കരയാൻ തുടങ്ങി. അയ്യോ, കുഞ്ഞാവ് കരയണ്ട കേട്ടോ, മീന് കണ്ണുനീർ തുടച്ചു. അതർ പല്ല് കടിച്ച് അവളെ രൂക്ഷമായി നോക്കി.
ഒരെണ്ണം ഞാനങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. അവൻ കൈയോങ്ങിക്കൊണ്ട് പറഞ്ഞു. അയ്യടാ, നിങ്ങളെന്നെ തല്ലും കാണാലോ. തല്ലി എന്താടി? പിന്നെ എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. എന്നെ തന്നെ ഞാനും തല്ലും, പൊടി. അവൻ പറഞ്ഞ് ജോലി തുറന്നു. ഒരു സവാള എടുത്തു. മീന് നടന്നത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അതെ, വേഗം ഒന്ന് അരിയണം, ഇത് ഇപ്പോൾ വേണ്ടതാ, നാളത്തേക്കല്ല. അത് കേട്ടതും അവൻ ശുണ്ഠിയോടെ അവളെ നോക്കി. എന്ന് ഇതാടി, പിടിച്ചു. അതും പറഞ്ഞ് സവാള അവൾക്ക് നേരെ എറിഞ്ഞു. അവൾ ഞെട്ടി വേഗം കുനിഞ്ഞതും താരത്തിൽ ഗോതമ്പ് പൊടിയുമായി വന്ന പാചകക്കാരൻ്റെ തട്ടിലേക്കാണ് ചെന്ന് വീണത്. അത് മുകളിലേക്ക് തെറിച്ച് പാചകക്കാരൻ്റെ മുഖത്തേക്ക് ആ പൊടി മുഴുവനും തെറിച്ചു. ആകെ പൊടിയിൽ കുളിച്ച് വായും പൊളിച്ച് നിൽക്കുന്ന പാചകക്കാരനെ കണ്ട് മീന് പൊട്ടിച്ചിരിച്ചു. അത്രയും എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിന്ന്. സോറി ചേട്ടാ, ആള് മാറിപ്പോയി. അവൻ ഓടി വന്ന് പൊടി കളയാൻ നോക്കിയതും അയാൾ തല മൊത്തമായി ഒന്ന് കുഴഞ്ഞു. ഏയ്! പൊടി മുഴുവനും അവൻ്റെ ദേഹത്തായി. ആഹാ, നല്ല ഭംഗി. ഈ പപ്പേടിനെ കണ്ട മ്യൂസിയത്തിലെ പ്രതിമ പോലെയുണ്ട്. അവൾ പറഞ്ഞു ചിരിച്ചു. ഇടി! അത് ചപ്പാത്തി കൊല്ലെടുത്ത് അവളെ അടിക്കാനൊങ്ങി. അയ്യോ എന്ന് പറഞ്ഞ് അവൾ ഓടി. പിന്നാലെ അവനും. ഇതെല്ലാം കണ്ട് അവർ ചിരിച്ചു. ഓടി തളർന്ന് അവസാനം ഇരുവരും നിന്ന് കിതച്ച്. മതി, എനിക്ക് വയ്യ ഓടാൻ, മീന് പറഞ്ഞു. അഥർവൻ നിന്ന് കിതച്ചു. ശരി, ഇനി പാചകം, അവൻ പറഞ്ഞു. ഇരുവരും പാചകം ആരംഭിച്ചു. രണ്ട് പാചകക്കാരും അവർക്കൊപ്പം കൂടി. എല്ലാവരും കൂടി ആഘോഷത്തോടെ ചിരിച്ച് കളിച്ച് പാചകം ചെയ്തു. ശബ്ദം കേട്ട് വന്ന മറ്റുള്ളവരും അവർക്കൊപ്പം കൂടി. അങ്ങനെ പാചകം അവസാനിച്ചു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ആഹാരവുമായി അഥർവം മീനുവും വന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, അവർ ചോദിച്ചു. എല്ലാവരും പരസ്പരം നോക്കി. അലിയൊന്ന് മോളി. അഥർവിനും മീനുവിനും സന്തോഷമായി. അവർ തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. മീനു പായസം വിളമ്പിയപ്പോൾ അഴി എന്താ എന്ന ഭാവത്തിൽ അവളെ നോക്കി. പായസമാണ്, ഞങ്ങൾ എന്തെങ്കിലും ആഘോഷവും വിശേഷവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കാറുണ്ട്. ആദ്യം മധുരമാണ് കഴിക്കേണ്ടത്. എല്ലാവരും മൗനമായി ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് നല്ല രുചിയുള്ളതായി തോന്നി എല്ലാവർക്കും. പക്ഷേ എന്തുകൊണ്ടോ അത് സന്തോഷത്തോടെ ആർക്കും കഴിക്കാൻ തോന്നിയില്ല. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും അവരവരുടെ ജോലിയിലേക്ക് കടന്നു. പക്ഷെ ആർക്കും ഒരാവേശമോ സന്തോഷമോ തോന്നിയില്ല. വല്ലാത്ത ഒരു മടുപ്പും സങ്കടവും. എല്ലാവരും ഒന്നിച്ച് മൂകമായിരിക്കുന്നത് കണ്ട് സലീം അവർക്കരികിലേക്ക് വന്നു. എന്തു പറ്റി എല്ലാവർക്കും ഒരാവേശവും ഇല്ലാതെ കൂനിക്കൂടിയിരിക്കുന്നു? പോയി അവരവരുടെ ജോലി നോക്കൂ, സലീം പറഞ്ഞു നടന്നു. സലീം ഒരു നിമിഷം. ഹമീദിൻ്റെ വിളികേട്ട് അവൻ നിന്നു. എന്താ ഹമീദ്? സലീം ചോദിച്ചു. അത് ചോദിക്കുന്നത് ഇഷ്ടപ്പെടില്ല എന്നറിയാം, പക്ഷേ എന്നാലും ചോദിക്കാതിരിക്കാൻ വയ്യ. എന്താ? ഹമീദ് എല്ലാവരെയും ഒന്ന് നോക്കി. അവർക്ക് കൂടി പറയാനുള്ള കാര്യമാണ് അത് എന്ന് അവന് മനസ്സിലായി. വേറെ ഒന്നല്ല, അവരെ കൊല്ലാതിരുന്നൂടെ? അയാളുടെ ചോദ്യം കേട്ട് സലീമാകെ അതിശയിച്ച് നിന്നുപോയി. ഹമീദ് എല്ലാവരെയും ഒന്ന് നോക്കി. അവർക്ക് കൂടി പറയാനുള്ള കാര്യമാണ് അതെന്ന് അവന് മനസ്സിലായി. വേറെ ഒന്നല്ല, അവരെ കൊല്ലാതിരുന്നൂടെ? അയാളുടെ ചോദ്യം കേട്ട് സലീമാകെ അതിശയിച്ച് നിന്നുപോയി. എന്താ ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ? അവരുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചപ്പോൾ മാനസാന്തരം വന്നോ, അതോ സിമ്പതിയോ? എന്നാൽ അത് വേണ്ട. രണ്ടുമല്ല സലീം, മനുഷ്യത്വം, അതാ തോന്നിയത്. അത് കേട്ട് സലീമിന് ദേഷ്യം വന്നു. ഹമീദ്, നമ്മുടെ ശത്രുവാണ് അവൻ. അവനോട് ദയ കാണിക്കേണ്ട ആവശ്യമില്ല. ശരിയാ, നമ്മുടെ ശത്രുവാണ് അവൻ. അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ദേഷ്യവും അവൻ നമ്മളോട് കാണിച്ചിരുന്നില്ല. പ്രതികാരം ചെയ്യാൻ അവനോ അവസരം ഉണ്ടായിരുന്നു. വിഷമുള്ള തറച്ച് ആലിസ മരിക്കാറായപ്പോൾ, പനി വന്നപ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കാമായിരുന്നു. ഇന്ന് കഴിച്ച ഭക്ഷണത്തിൽ നമ്മളാരും അറിയാതെ ഇതിൽ വിഷം ചേർത്താൽ മതിയായിരുന്നു അവർക്ക് രക്ഷപ്പെടാൻ. പക്ഷെ ചെയ്തില്ലല്ലോ അവർ. ശത്രുവായിരുന്നിട്ടും നമ്മളോട് ദയ കാണിച്ച അവരോട് ഇത്തിരി മനുഷ്യപ്പറ്റ് നമ്മളും കാണിക്കണ്ടേ? ഹമീദിൻ്റെ ചോദ്യം കേട്ട് സലീമിന് കോപം ഇരച്ചു കയറി. ഹമീദ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നാൽ ദയ കാണിക്കില്ല ഞാൻ, തോക്കു ചൂണ്ടി അവൻ പറഞ്ഞു. എല്ലാവരും ഒന്ന് ഞെട്ടി. സലീം, അങ്ങനെ ചെയ്യാൻ നിനക്ക് മടിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ വെടിയുതിർക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും നേരെയായിരിക്കണം. കാസിം മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. സലീം ഒരു നിമിഷം അന്താളിച്ചു. ഓ, അപ്പോൾ എല്ലാവരും കൂടി ഒത്തുള്ള കളിയാണല്ലേ? എന്താ ഉദ്ദേശം? അവനു വേണ്ടി കൂടെ നിന്നവരെ കൊലക്ക് കൊടുക്കാനാണോ? ഒരിക്കലല്ല സലീം. ഇത്രയും നാൾ കൂടി നിന്നവരെ ചതിക്കാനോ കൊല്ലാനോ നിന്നെപ്പോലെ ഞങ്ങൾക്കാവില്ല. പക്ഷെ അവരുടെ കാര്യത്തിൽ കാണിക്കുന്നത് നീതികേടാണെന്ന് തോന്നി. നീതികേടോ?
അതെ, നീതികേട് തന്നെ. ദൈവത്തിന് നിരക്കുന്ന പ്രവൃത്തിയെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. നാളെ കുറ്റബോധം തോന്നാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദമുയർത്തിയില്ലല്ലോ എന്നോർത്ത് മനസ്സ് പിടയാതിരിക്കാൻ അതിന് ചോദിച്ചതാണ്. കാസിം പറഞ്ഞു. എന്നു മുതൽ തുടങ്ങി ഈ സ്നേഹവും ദയവും ഒക്കെ നിങ്ങൾക്കും തോന്നി തുടങ്ങിയോ ഇതൊക്കെ? ഫൈസലും ജാഫറും പരസ്പരം നോക്കി. സലീം, അവർ പറയുന്നതിൽ കാര്യമില്ലേ? നിർത്ത്. കൊല്ലാനാണ് അവനെ കൊണ്ടുവന്നതെങ്കിൽ കൊല്ലുക തന്നെ ചെയ്യും. സലീം ദേഷ്യത്തോടെ മുരന്തു. അമീർ പുച്ഛത്തോടെ ചിരിച്ചു. കഴിയില്ല സലീം, അവൻ ഉശിരുള്ളവനാ. ആറ്റം ബോംബ് തൻ്റെ നേരെ വന്നാലും നെഞ്ചു വിരിച്ച് അതിനു മുന്നേ നിൽക്കുന്നവനാ അവൻ. ശരിക്കും ഒരു പുലിക്കുട്ടി. അവരെ നേരെ തോക്കുയർത്താനേ നിനക്ക് സാധിക്കും. അത് കാഞ്ചി വലിച്ച് പൊട്ടിക്കാൻ നിനക്കാവില്ല. കൈവിറക്കും, നിനക്കെന്നല്ല ആർക്കും. ഹമീദ് പറഞ്ഞു. നിങ്ങൾക്കെന്താ അവരോട് ഇത്ര സ്നേഹം? നമ്മൾ ആരാണെന്ന ബോധമുണ്ടോ നിങ്ങൾക്ക്? നമുക്കൊരിക്കലും സ്നേഹം, ദയ, കാരുണ്യം എന്നീ മാനുഷികമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാര് പറഞ്ഞു സലീം? നമ്മൾ ജനിച്ചതും മരിച്ചതായിട്ടാണ്. അവരെ പോലെ തന്നെയാണ് നിന്നതും നടന്നതും കിടന്നതും എല്ലാം. അവരെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്, നമുക്കും ഉണ്ട്. പക്ഷെ ആ ചിന്താരീതി അത് വ്യത്യസ്തമാണ്. അതാണ് അവരെ നമ്മളിൽ നിന്ന് മഹാന്മാരാക്കുന്നത്. ഹമീദ് ഒരു നിമിഷം നിർത്തി പതിയെ ശാന്തനായി തുടർന്നു. അറിയില്ലായിരുന്നു സലീം, ജീവിതം എന്നാൽ എന്താണെന്ന്. തോക്കും ബോബും വടിവാളുമൊക്കെയായാണ് ഏറ്റവും വലിയ ആയുധമെന്നാണ് ഇത്രയും കാലം ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ട് ആരെയും കീഴടക്കുക എന്ന് കരുതി. എന്നാൽ അതൊക്കെ വെറും മിഥ്യാധാരണയാണെന്ന് അവർ തെളിയിച്ച് കാണിച്ചു. സ്നേഹമാണ് ഏറ്റവും വലിയ ആയുധമെന്ന്. അതുകൊണ്ട് ആരെയും കീഴടക്കാമെന്ന് അവർ തെളിയിച്ച് കാണിച്ചു. ജീവിതം എന്നത് ദൈവത്തിൻ്റെ വരദാനമാണ്. അത് നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് നന്നായി ജീവിച്ചാൽ ലോകം വാഴ്ത്തും, നശിപ്പിച്ചാൽ ഒരു പുഴുവിൻ്റെ വില പോലും ഉണ്ടാവില്ല. ഹമീദ് വിഷമത്തോടെ പറഞ്ഞു. നമ്മുടെ ജീവിതം ഒരു ജീവിതമാണോ സലീം? ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നമ്മളിത് ഈ ചെയ്തു കൂട്ടുന്നത്? അതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത്? ലോകം പോലും നമ്മെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ അധരം അവൻ പൊരുതുന്നത് അവൻ നാടിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ കൊന്നാൽ ശരീരം മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ അവൻ എന്നും ജീവിക്കും. ആയിരങ്ങൾ അവൻ മാതൃകയാക്കും. അവരൊന്നിച്ചു വന്ന് നമ്മെ തകർക്കും എന്നത് സത്യമല്ലേ? ഫൈസൽ മുന്നോട്ട് വന്നു. ജീവിതം എന്ന് പറയുന്നത് വെട്ടിപ്പിടിക്കലും വെട്ടിനിരത്തലുമാണെന്നാണ് ഇത്രയും നാൾ കരുതിയത്. എന്നാൽ അതിനുമപ്പുറം ജീവിതം മനോഹരമാണെന്ന് തെളിയിച്ചു തന്നത് അവരാണ്. കടലിലൂടെ കപ്പൽ പോയതല്ലാതെ ഇന്ന് വരെ ആ കടലിൻ്റെ ആഴങ്ങളിലേക്ക് നീന്തി ഇറങ്ങിയിട്ടുണ്ടോ നമ്മൾ? ചുഴിയും ഭീകര മത്സ്യങ്ങളെയും ആഴവും നമ്മൾ ഭയന്നിട്ടില്ലേ? എന്നാൽ നിസ്സാരയായ ഒരു പെണ്ണ് അവൻ്റെ പ്രാണനായി കരുതി കാമുകനെ തേടി വന്നു. ഈ കടലെ നീന്തിക്കിടന്നു. അവരവളുടെ ഭർത്താവല്ല. അവൻ പോയാലും മറ്റൊരു ജീവിതം അവൾക്ക് കിട്ടും. എന്നിട്ടും അതൊന്നും വേണ്ടെന്ന് വെച്ച് ജീവൻ പണയം വെച്ച് അവൾ വന്നില്ലേ? ആ പെണ്ണിനെ ഒരു പുരുഷനെ ഇത്രമേൽ സ്നേഹിക്കാൻ പറ്റുമോ? ആ സ്നേഹം കണ്ടിട്ടും അവർക്ക് ജീവിക്കാൻ അവസരം നിശ്ചയിച്ചാൽ അത് പടച്ചവൻ പുറത്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അവരുടെ കളിയും ചിരിയും സ്നേഹമൊക്കെ കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. എങ്ങനെയൊരു ജീവിതം ഉണ്ടെന്ന് അവർ കാണിച്ചു തന്നു. അതൊക്കെ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തതാണ്. അതിനൊരർത്ഥമുണ്ട്, മഹത്വമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിനോ ലക്ഷ്യമുണ്ട്. പക്ഷെ ആ ലക്ഷ്യം പോലും തെറ്റല്ലേ? എല്ലാവരുടെയും ചോദ്യത്തിനു മുമ്പിൽ സലീം ഒരു നിമിഷം ഉത്തരം മുട്ടി നിന്നു. സലീം, നിനക്ക് നിൻ്റെ നെഞ്ചിൽ കൈവച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ പറയാൻ സാധിക്കുമോ അവരെ നിനക്ക് കൊല്ലാൻ സാധിക്കുമെന്ന്? ഹമീദിൻ്റെ ചോദ്യം കേട്ട് സലീം പകച്ചുകൊണ്ട് അയാളെ നോക്കി. എന്തു പറയണമെന്നല്ലാതെ അവൻ കുഴങ്ങി. എന്തുകൊണ്ട് കഴിയും? എനിക്കതിന് അമീറിനെ വിട്ടുമ്പോഴും പതറാട്ട കൈയാണിത്. അതുകൊണ്ട് വരക്കില്ല. ഇത് സഹതാപവും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട ആ നേരം. അത് പറഞ്ഞ് സലീം വാശിയോടെ നടന്നു നിന്നു. എല്ലാവരും അവനെ നോക്കി നിന്നു. ഇല്ല സലീം, നിനക്ക് കഴിയില്ല. മുറിഞ്ഞു വീണ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാമത്, അവൻ പറഞ്ഞു. നടന്നു നീങ്ങവേ സലീമിൻ്റെ ചങ്കിലും വല്ലാത്തൊരു ഭാരം പോലെ തോന്നി അവന്. അവരോടൊരു വാശിപ്പുറത്ത് പറഞ്ഞതാണ്. സംശയമാണ് തനിക്കും. ഇനി അതിന് സാധിക്കുമെന്ന്. തുടരും.